അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യുന്ന ഒരു കാർഡാണ്. നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് സ്കോർ നമുക്ക് ബിൽഡ് ചെയ്യുന്ന നോർമലി നമുക്കൊരു ഒന്നെങ്കിൽ ലോൺ വേണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണം, അല്ലെങ്കിൽ EMI കാർഡ്, ഇതിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം നമുക്ക് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ലോണോ സംഭവമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ നിൽ എന്നൊക്കെയാണ് കാണിക്കുക, ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവില്ല. അപ്പോൾ അതുണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു ക്രെഡിറ്റ് സ്കോർ ബിൽഡറാണ്. ശരിക്കും ഒരു ATM കാർഡ് പോലെയാണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് SBM ബാങ്കിൻ്റെ ഒരു കാർഡാണ് വരുന്നത്. മൂൾ കാർഡ് എന്ന് പറയും, MOOL കാർഡ്. ആക്ച്വലി ഒരു 0 ബാലൻസ് അക്കൗണ്ട് പ്ലസ് ഒരു ATM കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ പക്ഷേ അത് സിബിലിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി വർക്ക് ചെയ്തേക്കുന്നത്. മാസത്തിലൊരിക്കൽ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ സിബിലിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം കേട്ടോ. ഇത് SBM ബാങ്കിൻ്റെ കാർഡാണ് വരുന്നത്. ഇതിൻ്റെ കാർഡിന് 199 രൂപ സംതിങ് ആണ് പ്രൈസ് വരുന്നത് ഇനീഷ്യൽ ചാർജ് ആയിട്ട്. പിന്നെ ഫ്രീ ആണ്, നമുക്ക് ഓർഡർ ചെയ്യാൻ മാത്രം 199 രൂപ നമ്മൾ പേ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റാണെന്നത്. ഇതാണ് സംഭവം കണ്ടോ, അത് നമ്മുടെ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ മൂലിൻ്റെ അഡ്രസ്സും കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരെ പ്ലേ സ്റ്റോറിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഇതൊരു 0 ബാലൻസ് അക്കൗണ്ട്, SBM ബാങ്കിൻ്റെ ഒരു 0 ബാലൻസ് അക്കൗണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാം. ഞാൻ എന്തായാലും ആപ്പ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ എന്താ പറയുക, കാർഡ് ഡീറ്റെയിലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ നമ്മുടെ ആപ്പ് പറയുമ്പോൾ അതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയത് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ മൂൾ കാർഡ് അല്ലെങ്കിൽ SBM ബാങ്കിൻ്റെ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ പാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ISAC എന്ന് പറഞ്ഞൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അവിടെ SBM ബാങ്കിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബി ഗുഡ് വിത്ത് മണി എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്ക് സൈഡിലായിട്ട് മൂളിൻ്റെ ബ്രാൻഡഡ് ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുകൾ ഇവിടെ ആണെങ്കിൽ നമുക്കത് തിരിച്ചയക്കാനുള്ള ഒരു നമുക്കല്ല കൊറിയർകാർക്ക് അയക്കാനുള്ള ഒരു അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹി ബേസ്ഡ് ആണ് സംഭവം കേട്ടോ. അപ്പോൾ ഇത് വരെ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഞാനത് പിന്നെ നമുക്കിതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ആപ്പും ഡീറ്റെയിൽസൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും ഇത് കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്യും? നല്ല ടൈറ്റാണ്, ഗമ്മാണ്, വലിയ കാര്യമായിട്ട് നമ്മുടെ എന്താ കുഴപ്പമില്ലാത്ത എന്താ പറയുക, ഈ ക്രെഡിറ്റ് കാർഡ് വേറെ പോലെ ഡബിൾ ടേപ്പ് സൈഡും അതുപോലെ മുകളിൽ വേറെ ടേപ്പും കാര്യങ്ങളൊന്നും ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് വലിയ പണിയില്ല. പക്ഷെ നമ്മൾ മാക്സിമം ഇതിൻ്റെ കവറൊന്നും കേടാക്കാണ്ടാണ് എടുക്കാറില്ല. ഞാൻ പറഞ്ഞുള്ളപ്പോഴേക്കും കേടായി. പോട്ടെ, എന്തായാലും കേടായി. തിൻ കവറാണ്, അതാണ് സാധനം. പൊട്ടിക്കുമ്പോൾ പൊട്ടുന്നുണ്ട് വേഗം. എന്തായാലും പോട്ടെ, എന്തായാലും കവർ കേടായി, ഇനിയിപ്പോൾ രക്ഷയില്ല. അപ്പം ഇങ്ങനെ ഒരു കവറിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ഡൗൺലോഡ് ഒരു ആപ്പാണ്. ആപ്പ് സ്റ്റോറും ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ISACയുടെയും അതുപോലെ തന്നെ സ്മാർട്ട് ബാങ്കിങ് ബൈ SBM ബാങ്കിൻ്റെയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസൊക്കെ താഴെ കാണാം നിങ്ങൾക്ക്. ഞാൻ എൻ്റെ കാർഡ് ഞാൻ എടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ എന്താ വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലാണ് ഡീറ്റെയിൽ വരുന്നത്, എന്താ പറയുക, നമ്പർ വരുന്നത്. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് അവരുടെ ലെറ്റർ വന്നിരിക്കുന്നത്. വെൽക്കം ടു മൂൾ, യുവർ ഫൈനാൻഷ്യൽ നാവിഗേറ്റർ. പ്ലീസ് റീച്ച് ഔട്ട് ടു അസ് ഇഫ് യു ആർ നീഡ് ഇൻ ഹെൽപ്പ് ഇൻ ആക്ടിവേറ്റിംഗ് ഒരു മൂൾ കാർഡ് ഓർ എനിത്തിങ് എൽസ്. അപ്പോൾ കാർഡ് നമ്പർ അവർ ചെറുതായിട്ടും ബ്രാങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. care@mool.1 എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് ഈ കസ്റ്റമർ കെയർ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു അഡ്രസ്സും ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ടോൾ ഫ്രീ നമ്പറാണത്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ചൂസിങ് അസ് ടു ബി എ പാർട്ട് ഓഫ് യുവർ ജേർണി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂൾ ഈസ് എക്സൈറ്റഡ് ടു ഇഷ്യൂ യു എ ബ്രാൻഡ് ന്യൂ മൂൾ കാർഡ് ഇൻ പാർട്ണർഷിപ്പ് വിത്ത് SBM ബാങ്ക് ഇന്ത്യ, എ ന്യൂ ഏജ് ടെക്നോളജി ഡ്രിവൻ ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുവർ മൂൾ കാർഡ് ഹാസ് ബീൻ എക്സ്ക്ലൂസീവ്ലി ഇഷ്യൂ ടു യു അറ്റ് നോ ഇഷ്യൂവൻസ് ഓർ ആനുവൽ ഫീ വാട്ട് എവർ. ഇഷ്യൂവൻ ഫീ അവർ എടുത്തിട്ടുണ്ട്, 199 എടുക്കുന്നുണ്ട്. ആനുവൽ ഫീ ഇല്ല. Your Mool card works just like a debit or ATM card but with the benefit of a credit card. അതാണ് അവർ ആക്ച്വലി പറയുന്നത്. ബെനിഫിറ്റ് ഓഫ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ് സ്കോറിലേക്ക് അത് റിപ്പോർട്ട് ആവുന്നുള്ള ഒരു സംഭവം കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് കേട്ടോ. Your savings account balance act as a security deposit, allowing to use your Mool card for all transactions എന്ന് കൊടുത്തിട്ടുണ്ട്. As long as you have money in your savings account, you are good to tap or swipe your Mool card at ATM. നമുക്കിത് ATMലും പേയ്മെൻറ്റ് POSലും എല്ലാത്തിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ വാട്ട്സ് മോർ യു ക്യാൻ ഓൾസോ യൂസ് യുവർ മൂൾ കാർഡ് ടു ബിൽഡ് യുവർ ക്രെഡിറ്റ് സ്കോർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
പിന്നെ അവർ ഫൈനാൻഷ്യൽ ആപ്പ് ആൻഡ് മൂൾ ക്യാഷ് പോയിന്റ് മേക്ക് ഇറ്റ് ഈസി ടു ഡെപ്പോസിറ്റ് അത് സംഭവങ്ങളൊക്കെ പോട്ടെ. ഞാൻ ഇതിൻ്റെ നമ്മുടെ എന്താ പറയുക, ഞാൻ കാർഡ് കാണിച്ചിരുന്നില്ലല്ലോ അല്ലേ. കാർഡിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് കാർഡ് വന്നിരിക്കുന്നത്. വിസ പ്ലാറ്റിനം കാർഡാണ്. SBM ബാങ്കിൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാം. അതുപോലെ എൻ്റെ പേര് താഴെ കാണാം. ബാക്കിലായിട്ട് അവരുടെ NFC ലോഗോ വന്നിട്ടുണ്ട്. ബാക്കിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളറിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, കണ്ടു. അതുപോലെ തന്നെ ഹാപ്പേൻ്റെ ഒരു പവർഡ് ബൈ ഹാപ്പിയാണത്, അതും കൊടുത്തിട്ടുണ്ട്. അതതിൻ്റെ ഒരു മീഡിയ ആണ് കേട്ടോ പേയ്മെൻറ്റ്. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫോണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂൾ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ കണ്ടു, മൂൾ. ഇതിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടു. അതുപോലെ തന്നെ ഇത് KYC ചെയ്യണം. നമുക്ക് വീഡിയോ KYC ഒന്നുമില്ല, നോർമൽ KYC മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് എന്താ പറയുക, ആധാർ കാർഡ് വെച്ചിട്ട് KYC വീഡിയോ KYC കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. എൻ്റെ മൊബൈൽ നമ്പർ, ബേസിക് ഡീറ്റെയിൽ, ഗെറ്റ് യുവർ വിർച്വൽ ക്രെഡിറ്റ് ബിൽഡർ കാർഡ്, ഗെറ്റ് റെഡി ടു ഇൻവെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് പോകാം. പ്രൊസീഡ് വിത്ത് വെർച്വൽ കാർഡാണെങ്കിൽ അതിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക സീറോ ബാലൻസ് അക്കൗണ്ട് വന്നിരിക്കുന്നത്. മൈ കാർഡ് ബാലൻസിൽ നമുക്ക് സീറോ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാതിൽ കൂടെ മൈ കാർഡ് ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക കാർഡ് ഡീറ്റെയിൽസും ഒരു വെർച്വൽ കാർഡ് മുകളിൽ കാണാം. ഇതിൽ ഞാൻ ഇത് പ്രീപെയ്ഡ് കാർഡ് എന്നല്ല, അത് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ബാങ്കാണ്, ആക്ച്വലി ഒരു ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ക്യാഷ് ആഡ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ സീറോ ബാലൻസ് അക്കൗണ്ട് എങ്ങനെയാണ് അതേ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ക്യാഷ് ആഡ് ചെയ്യുന്നത് കണ്ടു. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ഫണ്ട് ചെയ്യാം. ആഡ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ IFSC കോഡും അതുപോലെ തന്നെ അവരുടെ ബ്രാഞ്ച് ലൊക്കേഷൻ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വരും കണ്ടു. അതാണ് സംഭവം. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് പക്ഷേ നിങ്ങൾക്ക് ഡിമാൻഡ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കലി, ലൈഫ്, പ്രോപ്പർട്ടി സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാർഡ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. കാർഡ് ആക്ടിവേഷൻ കാർഡ് ഇഷ്യൂ ചാർജ് 199 ഉണ്ട്. നമ്മളത് അയച്ചപ്പോഴാണ് കാർഡ് നമ്മുടെ ഫിസിക്കൽ കാർഡ് കിട്ടിയത്. വെർച്വൽ കാർഡ് കിട്ടാൻ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കാർഡിലേക്ക് പോയിട്ടുണ്ട്. കാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവരവിടെ കാണിക്കുന്നുണ്ട് ഡെലിവേർഡ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആക്ടിവേറ്റ് യുവർ കാർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആക്ടിവേറ്റ് കാർഡ് കൊടുക്കുമ്പോൾ ലാസ്റ്റ് 4 ഡിജിറ്റ് അടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഒന്ന് അടിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് 4 ഡിജിറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെരിഫൈഡ് ആയിട്ട് നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് എൻ്റർ യുവർ ന്യൂ മൂൾ കാർഡ് പിൻ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാർഡ് പിൻ കൊടുക്കട്ടെ കേട്ടോ. നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനത് കൊടുക്കട്ടെ. അത് കഴിഞ്ഞാൽ നമുക്കതൊരു വെരിഫിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പോൾ മൂൾ കാർഡ് പിൻ വാസ് ചേഞ്ച് സക്സസ്ഫുള്ളി. യു ക്യാൻ യൂസ് യുവർ ന്യൂ പിൻ ഫോർ പർച്ചേസ് ആൻഡ് ATM ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള സംഭവം. നമുക്കിതിൽ മാക്സിമം ലിമിറ്റ് വരുന്നത് POS 1 ലക്ഷമാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയാലും 1 ലക്ഷമാണ്. ATM ട്രാൻസാക്ഷൻ ആയാലും 1 ലക്ഷമാണ് കേട്ടോ. അപ്പോൾ ATM കാർഡ് പിന്നെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഓൾറെഡി സെറ്റിംഗ്സ് വന്നിട്ടുണ്ട്. കാർഡ് ആക്ടിവേഷൻ ഡീആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളൊരു ഇത് ശരിക്കും ആക്ച്വലി എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. നമ്മൾ ലോണും കാര്യങ്ങളൊന്നും എടുക്കേണ്ട, നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ അപ്പോൾ ഈസി ആയിട്ട് നോക്കാൻ പോകുന്ന ഒരു കാർഡ് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ മൂൾ അതൊന്നും കാണിച്ചാൽ എന്തായാലും നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് കാണിച്ചു തരാം. എന്താ അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. ജസ്റ്റ് ഒന്ന് മൂളിൽ നിന്ന് അടിക്കാണ്ടോ. മൂളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വരുന്നതാണ് മൂൾ മണി. അതാണ് സംഭവം. ഇത് ആക്ച്വലി ഒരു ഡെവലപ്പർ മോഡിൽ വരുന്ന ഒരു ഇതാണ്. അത് കാരണം അതിൻ്റെ റേറ്റിംഗ് ഉണ്ട് ഇവിടെ. പക്ഷേ അണ്ടർ ഡെവലപ്ഡ് എന്ന് വെച്ചാൽ പറയുക ഇപ്പോഴും ഡെവലപ്പ് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ്. അതായത് എന്ന് വെച്ചാൽ ഒരു സ്റ്റേബിൾ വെർഷൻ അല്ല വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. വൺ കാർഡ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വൺ കാർഡിൻ്റെ ആപ്പ് അങ്ങനെ തന്നെയായിരുന്നു. റേറ്റിംഗ് 3.8 കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് എക്സ്ട്രാ സ്പെഷ്യൽ നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആദ്യം ആക്ച്വലി ഇപ്പോഴാണ് അതിന് 199 എക്സ്ട്രാ പേ ചെയ്യേണ്ട വന്നിരിക്കുന്നത്. ഇഷ്യൂ ചാർജ് ഇതുവരെ അതിന് ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.